മനസ്സിലായോ? എന്താ മനസ്സിലായത്? മിമ്മ കുലിക്ക. ഈ മാണ്ടൽ ഇസ്തിഫാമിന്റെ മാ, ചോദ്യത്തിന്റെ മാ എന്താണെന്നുള്ളത് അതിന്റെ മുമ്പ് ജെറിന്റെ അർഫ് വന്നാൽ, ശ്രദ്ധിച്ചോളൂ, ജെറിന്റെ അർഫ് വന്നാൽ ആരിഫ് കാര്യം ബിമ നെയ്താൻ പാടുള്ളൂ. മനസ്സിലാവണോ? ബി മാ നെയ്താൻ പാടുള്ളൂ, ബി മാ നെയ്തരുത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞത് സിലെ അല്ലത്തി മാ മിന്നൊക്കെ മാ മിന്നില്ലേ, അതായിട്ട് കൂട്ടുക. മനസ്സിലാവണോ? അലാമ എഴുതുമ്പോ ഇങ്ങനെയാണ് എഴുതുന്നത്. ശരിക്കും അതെങ്ങനെയാണ്? അലാമും മാന്നുമാണ്. ഇത് രണ്ടും കൂടി ചേർന്നപ്പോ ഇങ്ങനെയായി. അമ്മ എത്ര സാഹചര്യം ഖുർആനിലൊക്കെ ഇങ്ങനെ കാണുള്ളൂ. അന്നാണത്, അൻ മാ. മനസ്സിലാവണ്ടോ? ചോദ്യത്തിനാണെങ്കിൽ ജെറിന്റെ അർഫ് ഈ ഇസ്തിഫാമിയായ മാന്റെ മുമ്പ്, ചോദ്യത്തിനുള്ള മാന്റെ മുമ്പ് ജെറിന്റെ അർഫ് വന്നാൽ ഈ അലിഫ് എന്ത് ചെയ്യണം? പോയി നിർബന്ധമായിട്ട് ഒഴിവാക്കണം. മനസ്സിലുണ്ടോ? മിമ്മ കുലിക്കാൻ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. മിൻ മാന്നാണത്, അത് നിർബന്ധമാണ്. ഇത് പലർക്കും തെറ്റ് പറ്റുന്നതാണ്. മറ്റേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സിലയാണ്. സിലന്റെ മാണ്ടല്ലോ, അതാണ്. അല്ലെങ്കിൽ വസ്തു എന്നുള്ള അർത്ഥത്തിലുള്ള മാ. അപ്പൊ അതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം.